ഷൊർണൂർ ജംഗ്ഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഷൊർണൂർ ജംഗ്ഷൻ അല്ല, ഇനി മലബാർ ജംഗ്ഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മലബാർ ഡിജിറ്റൽ ജംഗ്ഷൻ, ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ, ഹോം അപ്ലയൻസുകളുടെ മഹാ ജംഗ്ഷൻ. ലോകോത്തര മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടറുകളുടെ സൂപ്പർ ജംഗ്ഷൻ. മലബാർ ഡിജിറ്റൽ, ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ ആൻഡ് ആക്സസറീസ്. മലബാർ ജംഗ്ഷൻ, SMP ജംഗ്ഷൻ, മെയിൻ റോഡ്, ഷൊർണൂർ. ഞാൻ പാർവതി ഗിരീഷ്. N4 ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് A. വിജയരാഘവനും ആലത്തൂരിൽ K. രാധാകൃഷ്ണനും LDF സ്ഥാനാർത്ഥികൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള CPM സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. AKG സെന്ററിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. ഇതോടെ LDFന്റെ 20 സ്ഥാനാർത്ഥികളുടെ പട്ടികയും പുറത്തുവന്നു. വിജയസാധ്യത മാത്രം നോക്കിയാണ് സ്ഥാനാർത്ഥി നിർണയമുണ്ടായിരിക്കുന്നത്. മുൻനിര നേതാക്കൾ ഇതോടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചു. ഒരു പോളിറ്റ് ബ്യൂറോ അംഗവും 4 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, ഒരു മന്ത്രി, ഒരു രാജ്യസഭാ അംഗം, 3 MLAമാർ, 3 ജില്ലാ സെക്രട്ടറിമാർ എന്നിവരാണ് മത്സരരംഗത്തുള്ളത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഒന്നിലേക്ക് ചുരുങ്ങിയ ലോക്സഭാംഗത്വം പ്രമുഖ നേതാക്കളെ പടക്കിറക്കി തിരിച്ചുപിടിക്കുകയാണ് ലക്ഷ്യം. ജില്ലയിൽ പാലക്കാട് A. വിജയരാഘവനെയാണ് സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരിക്കുന്നത്. പോളിറ്റ് ബ്യൂറോ അംഗവും മുൻ MPയും പാർട്ടി മുൻ സംസ്ഥാന സെക്രട്ടറിയുമാണ്. ആലത്തൂരിൽ LDF ഇറക്കുന്നത് നിലവിലെ മന്ത്രിസഭയിലെ അംഗമായ K. രാധാകൃഷ്ണനെയാണ്. 2 മണ്ഡലം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് A. വിജയരാഘവൻ അടക്കമുള്ള മുൻനിര നേതാക്കളെ പാലക്കാട് ഇറക്കിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട ആലത്തൂരും പാലക്കാടും തിരിച്ചുപിടിക്കുകയാണ് ഇതോടെ ലക്ഷ്യമിടുന്നത്. CPIMന്റെ 15 സ്ഥാനാർത്ഥികളുടെ പേരാണ് ഇവിടെ പാർട്ടിയുടെ എല്ലാ തലങ്ങളിലുമുള്ള ജനാധിപത്യപരമായ രീതിയിലുള്ള ചർച്ചകളും അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള തീരുമാനങ്ങളും സെൻട്രൽ കമ്മിറ്റിയുടെ അംഗീകാരവും എല്ലാം ചേർത്തുകൊണ്ട് ഇന്നിപ്പോഴും പ്രഖ്യാപിക്കുന്നു. കാസർഗോഡ് MP ബാലകൃഷ്ണ മാസ്റ്റർ, കണ്ണൂർ MP ജയരാജൻ, വടകര KK ശൈലജ ടീച്ചർ, കോഴിക്കോട് എളമരം കരീം, മലപ്പുറം V. വസീഫ്, പൊന്നാനി KS ഹംസ, പാലക്കാട് A. വിജയരാഘവൻ, ആലത്തൂർ K. രാധാകൃഷ്ണൻ, ചാലക്കുടി പ്രൊഫസർ C. രവീന്ദ്രൻ മാസ്റ്റർ, എറണാകുളം KJ ഷൈനി ടീച്ചർ, ഇടുക്കി ജോയ്സ് ജോർജ്, ആലപ്പുഴ AM ആരിഫ്, പത്തനംതിട്ട ഡോക്ടർ TN തോമസ് ഐസക്, കൊല്ലം M. മുകേഷ്, ആറ്റിങ്ങൽ B. ജോയി. ഇതാണ് 15 സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള ഞങ്ങളുടെ കാഴ്ചപ്പാട്. ഇതിൽ പാർട്ടി PB മെമ്പർമാർ, PB മെമ്പർ, സെൻട്രൽ കമ്മിറ്റി അംഗം, പിന്നെ താഴെ തലത്തിലുള്ള എല്ലാ തരത്തിലുള്ള പാർട്ടി നേതാക്കൾ തന്നെയാണ് പ്രധാനമായിട്ടും മത്സരിക്കുന്നത്. പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തം ഏറ്റെടുത്താണ് ശീലമെന്ന് മന്ത്രി K. രാധാകൃഷ്ണൻ. പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തം ഏറ്റെടുത്താണ് ശീലം. സ്വന്തമായ തീരുമാനങ്ങൾ എനിക്ക് വേണ്ടി നടത്താറില്ലെന്ന് ആലത്തൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥിയായ മന്ത്രി K. രാധാകൃഷ്ണൻ പറഞ്ഞു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാർട്ടി തീരുമാനം അനുസരിച്ചാണ് സ്ഥാനാർത്ഥിയായിരിക്കുന്നത്. എക്കാലത്തും എൻ്റെ സ്വന്തമായിട്ടുള്ള തീരുമാനം എനിക്ക് വേണ്ടി നടത്താറില്ല. പാർട്ടി എടുക്കുന്ന തീരുമാനത്തോടൊപ്പം നിൽക്കുകയാണ് സാധാരണ ചെയ്യാറ്. അത് ഓരോ ഘട്ടത്തിലും അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. അല്ല, ഏത് പദവി വേണം എന്നുള്ളത് നമ്മളല്ല തീരുമാനിക്കുന്നത്. പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോൾ ചെറുപ്പം മുതൽക്ക് പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചു പോരുകയാണ് ചെയ്തിരിക്കുന്നത് ഓരോ ഘട്ടത്തിലും. അത് സംഘടനാ രംഗത്തും തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിലൊക്കെ തന്നെ പാർട്ടി തീരുമാനിച്ചതനുസരിച്ചാണ് പ്രവർത്തിച്ചിരിക്കുന്നത്. ഒരിക്കലും എനിക്ക് ഇന്നത് വേണമെന്ന് ഞാൻ പാർട്ടിയോട് ആവശ്യപ്പെട്ടില്ല. പാർട്ടി തീരുമാനിക്കുന്നതനുസരിച്ചാണ് എൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഇതുവരെ ഉണ്ടായത്. ഇതെല്ലാം കണക്കാക്കിക്കൊണ്ടായിരിക്കുമല്ലോ പാർട്ടി ഒരു തീരുമാനം എടുക്കുന്നത്. ഈ പ്രാവശ്യത്തെ പാർട്ടിയുടെ തീരുമാനം മാക്സിമം സീറ്റുകൾ പിടിക്കുക എന്നുള്ളതാണ്. കാരണം ഇന്ത്യയിലെ
ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ അംഗസംഖ്യ വർദ്ധിപ്പിക്കണം. കഴിഞ്ഞ 5 വർഷക്കാലത്തെ അനുഭവം അതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഓരോ പാർലമെൻറ്റ് സമ്മേളനം കഴിയുമ്പോഴും ഇടതുപക്ഷത്തിൻ്റെ സാന്നിധ്യം കുറേ കൂടി അല്ലെങ്കിൽ വർധനവോടുകൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറേ കൂടി മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമായിരുന്നു എന്ന് പൊതുവെ ജനങ്ങൾ പറഞ്ഞിരുന്ന കാര്യമാണ്. ആദ്യമായി ലോക്സഭയിലേക്ക് മത്സരിക്കുന്നതെന്നും പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിറവേറ്റാനാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഓരോ സഭയിൽ നടക്കുന്ന അല്ലെങ്കിൽ പാർലമെൻറ്റിലും രാജ്യസഭയിലൊക്കെ നടക്കുന്ന സന്ദർഭങ്ങളിൽ അത്തരം ചർച്ചകൾ നല്ലപോലെ ഉയർന്നു വരികയുണ്ടായി. നമ്മുടെ കേരളത്തിൻ്റെ ആവശ്യങ്ങൾ പറയുക എന്നതിൻ്റെ പുറത്തേക്ക് പൊതുവെയുള്ള കാര്യങ്ങൾ, നമ്മുടെ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പാർലമെൻറ്റിൽ അവതരിപ്പിക്കാൻ കഴിയാതെ പോകുന്നതിൻ്റെ ഒരു പ്രയാസം കഴിഞ്ഞ സഭയിലുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷങ്ങളുടെ സ്വാധീനം ഇന്ത്യൻ പാർലമെൻറ്റിൽ വർദ്ധിപ്പിക്കണം എന്നുള്ള പൊതുവായിട്ടുള്ള അഭിപ്രായം ഉയർന്നു വന്നിട്ടുണ്ട്. നമ്മുടെ രാജ്യം ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് നമ്മുടെ ജനാധിപത്യ സംവിധാനങ്ങളും ഫെഡറൽ സംവിധാനങ്ങളും ഒക്കെ തന്നെ തകർക്കപ്പെടുന്ന രീതിയിലേക്ക് പോവുകയാണ്. നമ്മുടെ മതേതര സങ്കല്പങ്ങളും തകർക്കപ്പെടുന്ന രീതിയിലേക്ക് പോകുമ്പോൾ വളരെ ക്രിട്ടിക്കലായിട്ടുള്ളൊരു കാലഘട്ടമാണിത്. അപ്പം അതിനെ മുറിച്ച് കിടക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇടതുപക്ഷങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതാണ് പാർട്ടി സെൻട്രൽ കമ്മിറ്റിയും ചർച്ച ചെയ്തതാണ്. പൊതുവേ ഇടതുപക്ഷ കക്ഷികളെല്ലാം ചർച്ച ചെയ്തതാണ്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ നമ്മുടെ കേരളത്തിലാണ് കൂടുതൽ സീറ്റുകൾ വർദ്ധിപ്പിക്കാൻ കഴിയുന്നത്. അപ്പോൾ ആ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് പാർട്ടി മുന്നോട്ട് വെച്ചിരിക്കുന്ന ആശയം. ഇടതുപക്ഷ അടിത്തറയെന്നും ഉയർത്തിപ്പിടിച്ചിട്ടുള്ള പ്രദേശമാണ് പാലക്കാടെന്ന് വിജയരാഘവൻ. ഇടതുപക്ഷത്തിൻ്റെ അടിത്തറയെന്നും ഉയർത്തിപ്പിടിച്ചിട്ടുള്ള പ്രദേശമാണ് പാലക്കാടെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗവും പാലക്കാട് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥിയുമായ A. വിജയരാഘവൻ പറഞ്ഞു. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്ക് നല്ല സ്വാധീനമുള്ള പ്രദേശമാണ് പാലക്കാട്. എല്ലാ കാലത്തും ഇത്തരം സന്നിഗ്ധമായ രാഷ്ട്രീയ കാലത്ത് ഇടതുപക്ഷത്തിൻ്റെ അടിത്തറ ഉയർത്തിപ്പിടിച്ചൊരു പ്രദേശമാണ്. 1971 കേരളത്തിൽ ഒരു ഇടതുപക്ഷ വിരുദ്ധമായ തരത്തിൽ തെരഞ്ഞെടുപ്പ് വിധി വന്നപ്പോൾ അന്ന് സഖാവ് AKജിയും സഖാവ് MK കൃഷ്ണനും 2 സീറ്റുകളിലാണ് കേരളത്തിൽ നിന്ന് ജയിച്ചത്. ആ 2 സീറ്റും പാലക്കാട്ടായിരുന്നു. അവിടെ പാലക്കാട്ട് ഇടതുപക്ഷത്തോടൊപ്പം നല്ല തിരഞ്ഞെടുപ്പ് വിജയം ഉണ്ടാക്കിയിട്ടുള്ള പ്രദേശങ്ങളാണ് പാലക്കാട്, ആലത്തൂർ മണ്ഡലങ്ങളിലുള്ളത്. അതിൽ പാലക്കാട് മണ്ഡലം ഇന്നത്തെ സാഹചര്യത്തിൽ ഇടതുപക്ഷ ശക്തികൾക്കൊപ്പം നിൽക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരുപാട് വികസന സാധ്യതകളുള്ള ഒരു പ്രദേശം കൂടിയാണ് പാലക്കാട്. കേരളത്തിൻ്റെ വ്യാവസായികമായ ഒരു അടിത്തറ വെച്ച് നോക്കിയാൽ വ്യവസായ കേന്ദ്രം എന്നുള്ള നിലയിൽ പാലക്കാടിൻ്റെ പുതുശ്ശേരി മേഖല വളരെ പ്രാധാന്യമുള്ളതാണ്. റെയിൽവേ വികസനവുമായിട്ട് ബന്ധപ്പെടുത്തിയാൽ കേരളത്തിലെ പാലക്കാട് റെയിൽവേ ഡിവിഷൻ തന്നെ അതിൻ്റെ ഹെഡ്ക്വാർട്ടർ പാലക്കാടാണ്. പ്രധാനപ്പെട്ട റെയിൽവേ വികസന സാധ്യതകളുള്ള ഒരു പ്രദേശമാണ്. കാർഷികമായ ഒരു പരിശോധനയിലും കേരളത്തിൻ്റെ കാർഷിക സമൃദ്ധമായ ഒരു ജില്ലയാണ്. ആ നിലയിൽ കൃഷിക്കാരുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ പ്രത്യേക മുൻഗണന എടുക്കുക എന്നതും പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യമുള്ള ഒരു ഘടകമാണ്. ജില്ലയിലെ പുരോഗമന രാഷ്ട്രീയം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും കർഷകർക്കെതിരായ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് ചർച്ചയാകുമെന്നും സ്ഥാനാർത്ഥി പ്രഖ്യാപന ശേഷം മാധ്യമങ്ങളെ കണ്ട അദ്ദേഹം പറഞ്ഞു. സവിശേഷ സാഹചര്യത്തിൽ പാലക്കാടിൻ്റെ പുരോഗമന രാഷ്ട്രീയം ഈ തെരഞ്ഞെടുപ്പിലും നല്ല നിലയിൽ പ്രതിഫലിക്കും. ആ പ്രദേശത്തിൻ്റെ പൊതു വളർച്ചയ്ക്കും മുന്നേറ്റത്തിനും വികസനത്തിനും സഹായകരമായ രൂപത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയും എന്ന പ്രത്യാശയാണ് എനിക്കുള്ളത്. കഴിഞ്ഞ കുറേ കാലത്തെ രാഷ്ട്രീയ അനുഭവങ്ങൾ, പാർലമെൻറ്റ് അനുഭവങ്ങൾ, അവയെല്ലാം പാലക്കാടിൻ്റെ പൊതുവായ വികസന മുന്നേറ്റത്തിന് സഹായകരമായി ഉപയോഗിക്കുക, പാർലമെൻറ്റിനെ ഏറ്റവും പാവപ്പെട്ട മനുഷ്യൻ്റെ ശബ്ദമുയർത്തുന്നതിന് വേണ്ടിയുള്ള വേദിയാക്കി മാറ്റുക എന്ന ചുമതലയുണ്ട്. തീർച്ചയായിട്ടും ആ നിലയിലുള്ള ഒരു പ്രവർത്തനം പാർലമെൻറ്റ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ നിർവഹിക്കാനാണ് ആത്മാർത്ഥമായി പരിശ്രമിക്കുക. ഇനിയൊരിടവേള.
ചേരുമഴകെ തിരിമിന്നി നിൽക്കുന്ന താരം പൊൻതിങ്കൾ നീയേ ഇനി എന്നുമെന്നെന്നും നീയൻ കവിത. ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും. കവിത ഗോൾഡൻ ഡയമണ്ട്സ്. മക്കളുടെ കോളേജ് ഫീസ്, എമർജൻസി ആവശ്യങ്ങൾ, വിവാഹം തുടങ്ങിയ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് എന്തിന് ടെൻഷൻ അടിച്ച് വിഷമിച്ചിരിക്കണം? നിങ്ങൾക്ക് കൈത്താങ്ങാകാൻ ന്യൂ ശ്രീവരി ഓട്ടോ ഫിനാൻസ് ഒപ്പമുണ്ട്. പുതിയതും പഴയതുമായ വാഹനങ്ങൾക്ക് ആകർഷകമായ വായ്പാ സ്കീമുകൾ ഞങ്ങൾ നൽകുന്നു. അതും കുറഞ്ഞ പലിശ നിരക്കിൽ പരമാവധി ലോണും. ലളിതമായ നടപടിക്രമത്തോടു കൂടി നിങ്ങൾക്ക് ലോൺ ലഭ്യമാകും. കൂടാതെ വാഹന ഇൻഷുറൻസ് സംവിധാനവും ലഭ്യമാണ്. ന്യൂ ശ്രീവരി ഓട്ടോ ഫിനാൻസ്, നിയർ വള്ളുവനാട് ഹോസ്പിറ്റൽ, ഗ്രാൻഡ് മാൾ കോംപ്ലക്സ്, ഒറ്റപ്പാലം. ഫോൺ നമ്പർ 9656444458, 9656444457. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവൽ. വാർത്തകൾ തുടരുന്നു. ഈസ്റ്റ് ഒറ്റപ്പാലത്ത് പാലത്തിന് സമാന്തരമായി പാലത്തിന്റെ പ്രവർത്തനോദ്ഘാടനം നാളെ മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിക്കും. ഒറ്റപ്പാലം പാലക്കാട് പാതയിൽ കിഴക്കേത്തോടിന് കുറുകെ പുതിയ പാലം നിർമ്മിക്കാനുള്ള പദ്ധതി യാഥാർത്ഥ്യമാകുന്നു. 5.8 കോടി രൂപ ചെലവിൽ നടപ്പാക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം നാളെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈൻ മുഖേന നിർവഹിക്കും. നിലവിലുള്ള പാലത്തിന് സമാന്തരമായാണ് പുതിയ പാലം നിർമ്മിക്കുന്നത്. KSTP പദ്ധതി പ്രകാരം പാത വികസിപ്പിച്ച ഘട്ടത്തിൽ പാലങ്ങൾ വികസന പദ്ധതിയിൽ ഉൾപ്പെട്ടിരുന്നില്ല. അക്കാലം മുതൽ നാട് ആവശ്യപ്പെട്ടതായിരുന്നു ഈ പാലത്തിൻ്റെ വികസനം. 1961 നിർമ്മിച്ച പാലമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇവിടെ നിലനിൽക്കുന്ന വീതി കുറവ് പരിഹരിക്കാൻ സമാന്തര പാലം നിർമ്മിക്കാനുള്ള പദ്ധതി വിഭാവനം ചെയ്തിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. ഇതിനിടെ 3 ജനപ്രതിനിധികൾ മാറി വന്നിരുന്നെങ്കിലും ഇതിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടായില്ല. നേരത്തെ നിലവിലുള്ള പാലത്തിൻ്റെ തെക്ക് ഭാഗത്താണ് സമാന്തര പാലം നിർമ്മിക്കാൻ ആലോചിച്ചിരുന്നത്. പിന്നീട് പദ്ധതി നിലവിലുള്ള പാലത്തിൻ്റെ വടക്ക് ഭാഗത്ത് നിർമ്മിക്കാൻ തീരുമാനിച്ചു. ഇതിനുശേഷവും പദ്ധതി അനിശ്ചിതാവസ്ഥ തുടരുകയായിരുന്നു. നിർമ്മാണ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായി ചേർന്ന സംഘാടക സമിതി യോഗം K. പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ K. രാജേഷ്, കൗൺസിലർമാർ, ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഗോൾഡൻ ആരോ റാലിയിൽ ബഹുമതി നേടി വിദ്യാർത്ഥികൾ. ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ഹരിയാനയിൽ വെച്ച് നടത്തിയ ഗോൾഡൻ ആരോ റാലിയിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് ഒറ്റപ്പാലം കൈലിയാട് ALP സ്കൂളിലെ ബുൾബുൾ, PS തീർത്ത, MA ജിയ, നിഹാരിക രാജേഷ്, VG ദേവനന്ദ, സാക്ഷിമിത്ര K, C ഫാത്തിമ ബീവി, യൂണിറ്റ് ലീഡേഴ്സായ KM ലിജി, KM റാബിയ എന്നിവരും തിരൂർ MES സെൻട്രൽ സ്കൂൾ പുത്തനത്താണിയിൽ നിന്നുള്ള ബുൾബുൾ, സിദറത്തുൽ മുൻതഹ മെഹ്ബ, യൂണിറ്റ് ലീഡേഴ്സായ AP സിൻസിയ, T സബിത തുടങ്ങിയവരും പങ്കെടുത്ത് ദേശീയ ബഹുമതിയായ ഗോൾഡൻ ആരോ നേടി. വിഷരഹിത പച്ചക്കറി നടീൽ നടത്തി. ഒറ്റപ്പാലം സർവീസ് സഹകരണ ബാങ്കും ചുരങ്ങാട് കർഷക കൂട്ടായ്മയും സഹകരിച്ച് പഴംകുളം പാടശേഖരത്ത് നടത്തുന്ന വിഷരഹിത പച്ചക്കറി നടീലിൻ്റെ ഉദ്ഘാടനം അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജയലക്ഷ്മി ടീച്ചർ നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് K. വിജയകുമാർ അധ്യക്ഷനായിരുന്നു. വിഷുവിന് വിളവെടുക്കുവാൻ പാകത്തിൽ അണിവെള്ളരി, വെണ്ട, പടവലം, മത്തൻ, ഇളവൻ തുടങ്ങിയവ കൃഷി ചെയ്ത് ന്യായവിലയ്ക്ക് മെമ്പർമാർക്കും മാന്യ ഇടപാടുകാർക്കും കൈകളിലെത്തിക്കുകയാണ് ബാങ്കിൻ്റെ ലക്ഷ്യം. ചടങ്ങിൽ ഒറ്റപ്പാലം മുനിസിപ്പൽ വൈസ് ചെയർമാൻ K. രാജേഷ്, 13ാം വാർഡ് മെമ്പർ KT ഷമീർ, കൃഷി ഓഫീസർ ആരതി, പഴംകുളം പാടശേഖരി സമിതി പ്രസിഡന്റ് അച്യുതൻകുട്ടി, സെക്രട്ടറി സുലൈമാൻ, ബാങ്കിൻ്റെ സെക്രട്ടറി N. ലത തുടങ്ങിയവർ സംസാരിച്ചു. പട്ടാമ്പിയിൽ കവിതയുടെ കാർണിവലിന് തുടക്കമായി. പട്ടാമ്പി ഗവൺമെൻറ് സംസ്കൃത കോളേജിൽ കവിതയുടെ കാർണിവൽ കവി സച്ചിദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. മായുന്ന അതിരുകൾ എന്ന പ്രമേയത്തിൽ നടക്കുന്ന കാർണിവലിൽ അതിരുകളില്ലാത്ത പക്ഷികളുടെ രാഷ്ട്രം എന്ന കവിത ചൊല്ലിയാണ് സച്ചിദാനന്ദൻ ഉദ്ഘാടന പ്രസംഗം തുടങ്ങിയത്. കവിതയിലെ അതിർത്തി ലംഘനങ്ങൾ, ഇതര കലകളുമായുള്ള അതിർത്തി പങ്കിടലും ലംഘനവും, ഭാഷയുടെ അതിർത്തി ലംഘനം, കവിതയും തമ്മിലുള്ള അതിർത്തി ലംഘനം, കാവ്യശൈലി, കാവ്യഭാവനകൾ തമ്മിലുള്ള വെച്ചുമാറ്റങ്ങൾ എന്നിവയെപ്പറ്റിയെല്ലാം സൂചിപ്പിച്ച പ്രസംഗത്തിൽ പഴയകാലത്ത് നിശ്ചയിക്കപ്പെട്ടിരുന്ന കവിതകളുടെ അതിർത്തികൾ ലംഘിക്കപ്പെട്ട കാലമാണെന്നും സമകാലീനമായ കവിതകളെ ആധുനിക കവിതയെന്ന് വിളിക്കാമെന്നും പറഞ്ഞ സച്ചിദാനന്ദൻ കവികളുടെ ഒരു ഗോത്രം കവിത ചൊല്ലിയാണ് പ്രസംഗം അവസാനിപ്പിച്ചത്. കഴിഞ്ഞിരിക്കുമെന്ന കവിതയുടെ മുഴുവൻ ചരിത്രവും നമ്മോട് പറഞ്ഞു പോന്നിട്ടുണ്ട്. ഇവിടെ ആർക്കും ആരെയും അന്യോന്യ സമ്മതത്തോടെ പ്രണയിക്കാം. പുല്ലിന് പുഴുവിനെ, കുരുവിക്ക് നിലാവിനെ, ഗന്ധർവന് മനുഷ്യനെ,
ഓർമ്മയ്ക്ക്, സ്വപ്നത്തെ. എല്ലാ വാതിലുകളും തുറന്നു കിടക്കുന്നു, പൂച്ചകൾക്കും മനുഷ്യർക്കും വാൽനക്ഷത്രങ്ങൾക്കുമായി. ഭൂതം, വർത്തമാനം, ഭാവി ഇവ തമ്മിൽ ഒരു വിഭജനവുമില്ല. വ്യാകരണം അവയ്ക്ക് കാവൽ നിൽക്കുന്നില്ല. ഞങ്ങളെല്ലാം മരിച്ചാൽ ചടങ്ങ് ലളിതമാണ്. പകരം മറ്റൊരാൾ ലോകത്തിൽ പിറക്കും വരെ ഞങ്ങൾ ഇല പൊഴിച്ചുകൊണ്ടിരിക്കും. പിന്നെ പെട്ടെന്ന് ഒരു മണി പോലും അടിക്കാതെ വസന്തം വരും. ഞങ്ങൾ ഭൂമിയിലെ ഏറ്റവും പഴയ ഗോത്രമാണ്, ഏറ്റവും ചെറിയതും. ഒരു തത്തയുടെ ചിറകിലുള്ള അക്ഷരമാണ് ഞങ്ങളുടെ ഗോത്രചിഹ്നം. തത്തകളും അക്ഷരങ്ങളും നിലനിൽക്കുവോളം ഞങ്ങളും ഉണ്ടാകും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. 5 പേർ ഒന്നിച്ചുകൂടി ചിരിക്കുന്നിടത്തെല്ലാം അവരിൽ ഒരാളായി ഞങ്ങളിൽ ഒരാളുണ്ടാകും. ഒരാൾ ഒറ്റയ്ക്ക്. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ VS ജോയ് അധ്യക്ഷത വഹിച്ചു. ഇസ്രായേൽ കവി അമീർ ഓർ മുഖ്യാതിഥിയായി. കലാപ്രദർശനത്തിൻ്റെ ഉദ്ഘാടനം നടൻ VK ശ്രീരാമനും കാർണിവൽ ബുക്ക് പ്രകാശനം കവി KG ശങ്കരപിള്ളയും നിർവഹിച്ചു. കാർണിവൽ സംഘാടക സമിതി ചെയർമാൻ മുഹമ്മദ് മുഹസിൻ MLA കാർണിവൽ ബുക്ക് ഏറ്റുവാങ്ങി. KG ശങ്കരപിള്ളയ്ക്കുള്ള ആദരസമർപ്പണം സച്ചിദാനന്ദ നിർവഹിച്ചു. തുടർന്ന് സമരം ചെയ്യുന്ന കർഷകർക്ക് വേണ്ടി തകഴിയും മാന്ത്രിക കുതിരയും എന്ന കവിത KG ശങ്കരപിള്ള ചൊല്ലി. കാർണിവൽ ജനറൽ കൺവീനർ HK സന്തോഷ്, ഡയറക്ടർ PP രാമചന്ദ്രൻ, C അലിക്കുട്ടി എന്നിവർ പ്രസംഗിച്ചു. പ്രഭാഷണങ്ങൾ, സെമിനാറുകൾ, ചിത്രപ്രദർശനം, കവിതാവതരണങ്ങൾ, സംവാദങ്ങൾ എന്നിവയും കാർണിവലിൻ്റെ ഭാഗമായുള്ള പ്രധാന പരിപാടികളാണ്. ഊത്രാളിക്കാവിൽ പൂരം ആഘോഷിച്ചു. ഉത്രാളിക്കാവിൽ പൂരവർണ്ണങ്ങൾ പൂത്തുലഞ്ഞു. 3 ദേശങ്ങളും മത്സരിച്ച് നടത്തിയ കുടമാറ്റം ആസ്വാദകരുടെ മനം കവർന്നു. ഉത്രാളിക്കാവിലെയും വടക്കാഞ്ചേരി ശിവക്ഷേത്രത്തിലെയും നടപ്പുരകളിൽ നാദസൗന്ദര്യം നിറച്ച പഞ്ചവാദ്യത്തിൻ്റെ മാധുര്യം നുകരാൻ വാദ്യപ്രേമികൾ പ്രവഹിച്ചു. രാവിലെ ആചാരവെടി മുഴങ്ങി ശംഖനാഥമുയർന്നോടെ ഭഗവതിയുടെ തിടമ്പ് തിരുവമ്പാടി ചന്ദ്രശേഖരൻ ശിരസിലേറ്റിയോടെ എങ്കക്കാടിൻ്റെ പഞ്ചവാദ്യ പ്രാമാണികൻ കുനിശ്ശേരി അനിയന്മാരാർ തിരുമിലിയിൽ പതികാലത്തിന് തുടക്കമിട്ടു. നാദസ്വരത്തിൻ്റെ അകമ്പടിയോടെ ഗജഘോഷയാത്രയ്ക്ക് ശേഷം വടക്കാഞ്ചേരി പൂരം ശിവക്ഷേത്രത്തിൽ നടപ്പുര പഞ്ചവാദ്യത്തോടെയാണ് ആരംഭിച്ചത്. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനായിരുന്നു തിടമ്പേറ്റിയത്. വൈക്കം ചന്ദ്രനായിരുന്നു പ്രാമാണികൻ. കുമരല്ലൂർ ദേശം എങ്കക്കാട് പൂരം കടന്നു വന്നതോടെ കാവുകയറി പഞ്ചവാദ്യം തുടങ്ങി. പുതുപ്പള്ളി കേശവനാണ് തിടമ്പേറ്റിയത്. ചോറ്റാനിക്കര നന്ദപ്പന്മാരാരുടെ പ്രമാണത്തിലായിരുന്നു പഞ്ചവാദ്യം. ആചാരത്തിൻ്റെ ഭാഗമായി സായുധ പോലീസിൻ്റെ അകമ്പടിയിൽ രാജകീയ പ്രൗഢിയോടെ വടക്കാഞ്ചേരിയിൽ നിന്ന് ആരംഭിച്ച വടക്കാഞ്ചേരി എഴുന്നള്ളിപ്പ് ഉത്രാളികാവിന് അഭിമുഖമായി നിരന്ന് തിമില ഇടച്ചിലിൽ കലാശിച്ചു. തുടർന്നായിരുന്നു മേളത്തോടെയുള്ള കുടമാറ്റം. വടക്കാഞ്ചേരി മേളത്തിന് പെരുവനംകുട്ടന്മാരായിരുന്നു പ്രാമാണ്യം. തുടർന്ന് നടന്ന കാവുകയറിലും പിന്നീട് വെടിക്കെട്ടും നടന്നു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. NSA ജ്വല്ലറി, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, ഓപ്പോസിറ്റ് KRK കല്യാണ മണ്ഡപം, പട്ടിക്കര, പാലക്കാട്. കരിമ്പനകളുടെയും പുഞ്ചപ്പാടങ്ങളുടെയും നാടായ പാലക്കാടിന്റെ തിലകക്കുറിയായി NSA ജ്വല്ലറി. മൊബൈൽ 903779 943671 94470 40615 98470 40616. നിങ്ങളുടെ ഓരോ യാത്രകളിലും ഒപ്പം ചേർന്നുകൊണ്ട് യാത്രാ ഇടവേളകളെ വിസ്മയകരമാക്കാൻ പാലക്കാട് തൃശൂർ ജില്ലാ അതിർത്തിയായ തിരുവില്ലാമലയിലെ ഏറ്റവും വലിയ അതിഥി മന്ദിരമായ ആനമല ഹോം സ്റ്റേസ് പ്രൗഢഗംഭീരമായ പൈതൃക തനിമയുമായാണ് അതിഥികളെ വരവേൽക്കാനായി ഒരുങ്ങിയിരിക്കുന്നത്. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും മാറി പ്രകൃതി രമണീയവും ശാന്തവുമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ആനമല ഹോം സ്റ്റേസിൽ 15 മുതൽ 25ഓളം പേർക്ക് വരെ താമസിക്കുവാൻ സാധിക്കുന്ന AC മുറികൾക്കൊപ്പം തന്നെ 200ഓളം പേർക്ക് പങ്കെടുക്കാവുന്ന അവരുടെ മനസ്സിനിണങ്ങുന്ന തരത്തിലുള്ള ഫംഗ്ഷനുകൾ നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഏവർക്കും ആനമല ഹോം സ്റ്റേസിന്റെ ഭാഗമാവാം. ആനമലാസ് ഹോം സ്റ്റേ. ഷൊർണൂർ ജംഗ്ഷൻ അല്ല, ഇനി മലബാർ ജംഗ്ഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മലബാർ ഡിജിറ്റൽ ജംഗ്ഷൻ, ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ, ഹോം അപ്ലയൻസുകളുടെ മഹാ ജംഗ്ഷൻ. ലോകോത്തര മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് കമ്പ്യൂട്ടറുകളുടെ സൂപ്പർ ജംഗ്ഷൻ. മലബാർ ഡിജിറ്റൽ, ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ ആൻഡ് ആക്സസറീസ്. മലബാർ ജംഗ്ഷൻ, SMP ജംഗ്ഷൻ, മെയിൻ റോഡ്, ഷൊർണൂർ. വാർത്തകൾ തുടരുന്നു. പഴക്കടകളിൽ പരിശോധന നടത്തി.
ജില്ലയിൽ പൊതുവിപണികളിൽ പഴവർഗ്ഗങ്ങൾക്ക് വില കൂടുതൽ ഈടാക്കുന്നു എന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ജില്ലാ സപ്ലൈ ഓഫീസർ ടി ഗാനദേവിയുടെ നേതൃത്വത്തിൽ പാലക്കാട് നഗരപരിധിയിലെ 20ഓളം പഴക്കടകളിൽ പരിശോധന നടത്തി. പരിശോധനയിൽ വില വിവര പട്ടിക പ്രദർശിപ്പിക്കാത്തതും ഒരേ പഴത്തിന് പല കടകളിലും വ്യത്യസ്ത വില കൂടുതൽ ഈടാക്കുന്നതായും കണ്ടെത്തി. വരും ദിവസങ്ങളിലും ജില്ലയിലെ പൊതുവിപണികളിൽ വ്യാപക പരിശോധന നടത്തുമെന്നും വില വിവര പട്ടിക പ്രദർശിപ്പിക്കാത്തവർക്കെതിരെയും വില കൂട്ടി വിൽപ്പന നടത്തുന്നവർക്കെതിരെയും കർശന നടപടികൾ എടുക്കുമെന്നും ജില്ലാ സപ്ലൈ ഓഫീസർ അറിയിച്ചു. പരിശോധനയിൽ താലൂക്ക് സപ്ലൈ ഓഫീസർ പി.വി. ലത, റേഷനിംഗ് ഇൻസ്പെക്ടർമാരായ ആർ. ശ്രീലേഖ, എസ്. രഞ്ജിത്ത് എന്നിവർ പങ്കെടുത്തു. പിക്കപ്പ് വാൻ മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്ക്. മണ്ണൂർ അമ്പലപ്പാറ റോഡിൽ അകവണ്ടയിൽ മരം കയറ്റി വന്നിരുന്ന പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് ഒരാൾക്ക് പരിക്കേറ്റു. വാൻ ഡ്രൈവർ വേങ്ങശ്ശേരി ആലങ്ങാട് സ്വദേശി 44-കാരനായ അബ്ദുൾ അസീസിനാണ് പരിക്കേറ്റത്. ഇയാളെ പത്തിരിപ്പാല സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പത്തിരിപ്പാല ഭാഗത്തേക്ക് മരം കയറ്റി പോവുകയായിരുന്നു വാൻ. അകവണ്ട ഭാഗത്തെത്തിയപ്പോൾ നിയന്ത്രണം വിട്ട് സ്വകാര്യ വ്യക്തിയുടെ മതിലിടിച്ച് തലകീഴായി മറിയുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ സമീപത്തെ മതിലും തകർന്നു. തലനാരിഴയ്ക്കാണ് ദുരന്തം ഒഴിവായത്. വണ്ടിയിലുണ്ടായിരുന്ന മറ്റൊരാൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അങ്കൺജ്യോതി പദ്ധതിയുടെ ഭാഗമായി ഉപകരണങ്ങൾ വിതരണം ചെയ്തു. നവകേരള കർമ്മ പദ്ധതിയുടെ ഭാഗമായി ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന നെറ്റ് സീറോ കാർബൺ കേരളം ജനങ്ങളിലൂടെ ക്യാമ്പയിന്റെ അങ്കൺജ്യോതി പദ്ധതിയുടെ ഭാഗമായി ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ അംഗൻവാടികൾക്ക് ഊർജ്ജ സംരക്ഷണ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. 20 അംഗൻവാടികൾക്കാണ് ഉപകരണങ്ങൾ വിതരണം ചെയ്തത്. കെ. പ്രേംകുമാർ എം.എൽ.എ. വിതരണോദ്ഘാടനം നിർവഹിച്ചു. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിൽ നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി. രാജിക അധ്യക്ഷയായി. നവകേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ പി. സൈതലവി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം. സുകുമാരൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി. ഹരിദാസൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം. ഗിരിജ, വാർഡ് അംഗം എം. കെ. പ്രദീപ്, സെക്രട്ടറി എസ്. ജയപ്രകാശ്, CDS ചെയർപേഴ്സൺ ടി. സൗമ്യ, അങ്കണവാടി അധ്യാപിക രാജേശ്വരി എന്നിവർ പങ്കെടുത്തു. ഹെൽത്ത് ക്യാമ്പ് സംഘടിപ്പിച്ചു. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ജില്ലാ ഓഫീസിന്റെയും അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയുടെയും ആഭിമുഖ്യത്തിൽ ഹെൽത്ത് ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പിൽ പ്രമേഹം, രക്തസമ്മർദ്ദം, സൗജന്യ നേത്ര പരിശോധന എന്നിവ നടത്തി. പാലക്കാട് ഗവൺമെന്റ് മോയൻ LP സ്കൂളിൽ നടന്ന ക്യാമ്പ് കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ കെ. ദിവാകരൻ ഉദ്ഘാടനം ചെയ്തു. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഡയറക്ടർ KC ജയബാലൻ അധ്യക്ഷനായി. ബോർഡ് ഡയറക്ടർ T. ഗോപിനാഥൻ, ഉപദേശക സമിതി അംഗങ്ങൾ, ട്രേഡ് യൂണിയൻ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ VR സതീഷ് കുമാർ, സീനിയർ ക്ലാർക്ക് P. ഗിരിജ എന്നിവർ സംസാരിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.